ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. വേറെ എവിടെയല്ല, കസിൻസൊക്കെ ആയിട്ട് ഇവിടെ അടുത്തൊരു ഷാപ്പുണ്ട്, തൃപ്പേക്കുളം എന്ന് പറയാം. അപ്പോൾ തൃപ്പേക്കുളം ഷാപ്പിൽ പോവാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ വേറെ എവിടേക്കെങ്കിലൊക്കെ പോകും. അപ്പോൾ ഞാനുണ്ട്, ചുഞ്ചിരി ബേബി ഉണ്ട്, അബിയൊക്കെ ഉണ്ട്, പിന്നെ എൻ്റെ ചേട്ടൻ കേട്ടോ. പിന്നെ അവിടെ നിന്ന് എൻ്റെ കസിൻസ് ഉണ്ട്, അവർ എൻ്റെ അടുത്താണ് തൃപ്പേക്കുളം ഷാപ്പ്. അപ്പോൾ അവരുണ്ടാവും. ചുഞ്ചിരി ബേബി വെറുതെ കിടന്ന് വാശി പിടിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നേരം വൈകി അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഞങ്ങളുടെ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഹറിബറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ചുഞ്ചിരി, എങ്ങനെയാണ് ഞാൻ ഇൻട്രോയിൽ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തൃപ്പേക്കുളം പോയിട്ട് നമ്മ എവിടെ പോകും? ചുഞ്ചിരി ബേബി കുറുമ്പ് കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോവാണ്. അബിയേട്ടൻ ഈ 19-ാം തീയതി പോകും കേട്ടോ. 19-ാം തീയതി ഇനി പോയി കഴിഞ്ഞാൽ എന്നാ വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് കസിൻസ് ഒക്കെ ആയിട്ട് ചേട്ടൻ കുറെ ദിവസമായി പറയണ പോവാന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ പോവാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കുള്ളൂ ബാക്കി നമ്മൾ എവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ഭയങ്കര ചൂടാണ്, രക്ഷിക്കാത്ത ചൂടാണ്. അറിഞ്ഞൂടെ ഞങ്ങളൊക്കെ പോകുന്നത്. അപ്പോ ചേച്ചിയുടെ ഒറ്റയ്ക്ക് റെഡി ആവാറായല്ലേ? അപ്പോൾ ഇതാ ഇപ്പം പിന്നെ കാറി കയറി കഴിഞ്ഞാൽ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ എനിക്ക് ജ്യൂസൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ തൃപ്പേക്കുളം ഷാപ്പ്. നിങ്ങൾ വിചാരിക്കും ഇവർ എന്ത് കള്ളുകുടിയന്മാരാണോ എന്ന്. നമ്മളിപ്പോൾ കസിൻസൊക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ പോകാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് വരാതെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരാൻ എളുപ്പമായതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ഇവിടെ നിന്നും പോന്നു. അപ്പോൾ അവർ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെത്തി. അടിപൊളി ഒരു വൈബാണ് കേട്ടോ അവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫാമിലീസാണ് തന്നെ. ഫാമിലി എന്ന് പറയുന്നത് അവർ വന്ന് അവിടെ അടിച്ചു പൊളിക്കാണ് ഫാമിലീസ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടല്ല, നമ്മൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, കുറേ തവണ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കള്ള് കുടിക്കുക അങ്ങനത്തെ ഒരു മൈൻഡില്ല. നമ്മളവിടെ അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ വന്നവർക്കറിയാം, വരാത്തവരുണ്ടെങ്കിൽ വന്ന് എന്തായാലും, ഞാൻ കള്ള് കുടിക്കാനല്ല പറയുന്നത്, അവിടുത്തെ ഫുഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും വരണം. പിന്നെ അബിയേട്ടൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കൂടാന്ന് നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൂടുന്നത്. പിന്നെ വേറെ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടാണ് ഇത് പെട്ടെന്ന് എടുത്ത് തീരുമാനം. രാവിലെ പറഞ്ഞു, ഒരൊറ്റ മൈൻഡ്, രാവിലെ പറഞ്ഞു നമുക്കിങ്ങനെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ കൂടി. പിന്നെ അവിടെ ഇരുന്ന് ഇത് കൂടുന്ന സമയത്താണ് നമ്മൾ വേറെ പ്ലാനിലോട്ട് കടന്നത്. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു നമുക്ക് അതിരപ്പള്ളി പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, അതിരപ്പള്ളി പോകണോ വേണ്ടേ, ചൂടല്ലേ, അപ്പം കൊച്ചും കൂടെ ഉള്ള കാരണം പോകണോ വേണ്ടതെന്ന് ഒരു ഡബിൾ മൈൻഡ് ആയിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പയ്യെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് പോവാൻ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് നല്ല കപ്പയും പിന്നെ ബീഫൊന്നും പറഞ്ഞില്ല, കപ്പയും മീൻകറിയും, പിന്നെ അതുപോലെ തന്നെ കാട ഫ്രൈ, കൊഞ്ച് റോസ്റ്റ്, പിന്നെ കൂന്തളി, ഈ വക സംഭവങ്ങളാട്ടോ നമ്മൾ പറഞ്ഞത്. എല്ലാവരും അടിപൊളിയായിട്ട് വയറ് നിറയെ കഴിച്ചു. എൻ്റെയൊക്കെ വയറ് ഫുള്ളായി എന്ന് തന്നെ പറയാം. ചുഞ്ചുരുവിൻ്റെയും എല്ലാവരെയും വയറ് ഫുള്ളായി. പിന്നെ ചൂട് ഒരു പ്രശ്നം തന്നെയാണ്, ഭയങ്കര ചൂടാണ്. ഇപ്പം എല്ലാവർക്കും പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം കൊടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങണം. തൊപ്പി വയ്ക്കാൻ പറ്റുമെങ്കിൽ തൊപ്പി വയ്ക്കുക പിള്ളേർക്കൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുഞ്ചുരു ബേബി ഇതാ മീനെ കണ്ടിട്ട് മീനെ നോക്കിയിരിക്കുകയാണ്. ചുഞ്ചുരു മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് കേട്ടോ. വീട്ടിൽ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചൂടാണ്ടാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ അകത്താണ് വെച്ചിരുന്നത്. കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ അത് ചത്തുപോയിട്ടോ. അതാണ് എനിക്ക് മീനെ മേടിച്ച് കൊടുക്കാൻ, എനിക്ക് എന്താ പറയുക, മേടിച്ച് കൊടുക്കാറില്ല ഞാൻ. വെറുതെ എന്തിനാ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ വെറുതെ നമ്മൾ മര്യാദയ്ക്ക് നോക്കിയതാണ്, പക്ഷേ അതിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം അത് കാരണം നമ്മളിപ്പോൾ മീനൊന്നും മേടിച്ചു കൊടുക്കാറില്ല. അതിപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിട്ട് പറയുന്നുണ്ട് അച്ഛനോട്, എനിക്ക് മീനെ വേണം അച്ഛൻ, എനിക്ക് മീനെ വാങ്ങിത്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മീനെ മേടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോണത് അതിരപ്പള്ളിക്കാണ്. നമ്മളെന്താ പറയുക, കസിൻസൊക്കെ കൂടുമ്പോൾ ഒരു വേറൊരു തന്നെ ഒരു വൈബല്ലേ. കസിൻസായിട്ട് ട്രിപ്പ് പോയവർക്കറിയാം, അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ കാറിനാണ് പോകുന്നത്. അപ്പം അവർ ബൈക്കിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ആ റിലേറ്റീവിൻ്റെ വീട്ടിൽ ബൈക്ക് വെച്ചിട്ട് ഞങ്ങൾ കാറിന് എല്ലാവരും കൂടി പോകാമെന്നാണ് പ്ലാൻ ചെയ്യണത്. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. ഇതെൻ്റെ കസിൻസാണ് കേട്ടോ. ഇത് അവളുടെ ഫിയോൺസിയാണ്. ഞങ്ങൾ ചക്കമണിയെന്നാണ് വിളിക്കുക, ചേട്ടൻ. പിന്നെ മറ്റേത് എൻ്റെ കസിൻ. പിന്നെ അത് കസിൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. വേറൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു, അക്ഷയ് എന്ന പേര്. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ട്രിപ്പോട് സ്റ്റാർട്ടാവാണ് കേട്ടോ.
സത്യം പറഞ്ഞാൽ വണ്ടിയിൽ അധികം സ്ഥലമില്ലിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബൈക്കുമേണ്ട വന്നത്. അപ്പം എന്തായാലും ട്രിപ്പ് പോകുമ്പോൾ ബൈക്കുമേയും കാറുമേയിട്ട് അങ്ങോട്ട് മാറി മാറി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അട്ടായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അതാ സിജോ ചേട്ടൻ കഴുത്തിൽ പെടലി എന്ന് പറയുന്നത് കളിയാക്കാൻ കേട്ടോ. അത് അവേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ മസാജ് ചെയ്യണ പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അതാരണം എല്ലാവരും അതിനുവേണ്ടി തല്ലുപിടുത്തായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളത് ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് പോവാണ്. കണ്ണനാണ് മെയിൻ. കണ്ണൻ എപ്പോഴും എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവളെ അങ്ങനെ പൊട്ടത്തരം പറയും, നമ്മളതിനെ കളിയാക്കും, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അഭിയേട്ടനാണെങ്കിൽ നല്ല ഹാപ്പി ഉണ്ട്. കാരണം കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ മാക്സിമം അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാറിൽ പാട്ട് വെച്ചേക്കണ കാരണമാണ് കേട്ടോ ഇങ്ങനെ സ്പീഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ചാലക്കുടി വരെ പോവുക, അതിരപ്പള്ളിയിൽ വാട്ടർഫോൾസൊക്കെ കാണാൻ തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റി. ഞങ്ങൾ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട് കറങ്ങി വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിതാ പോവാണ്. ഒരൊറ്റ മൈൻഡ് അവിടെ വെച്ച് തീരുമാനിച്ചു. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ പോകണം തോന്നി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് പാസ് എടുക്കണം. പാസ്സൊക്കെ എടുത്ത് നമ്മളിത് കടന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ ജസ്റ്റ് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ഇപ്പം വരില്ല, ഞങ്ങൾ ഇതാ വാൽപ്പാറ പോവാണ്, പയ്യെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ വിളിച്ചിട്ട്. ചുഞ്ചുരു ആണെങ്കിൽ ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. അവൻ എന്നെ ഇരുത്തുന്നുണ്ടായിരുന്നില്ല സീറ്റിൽ. അവൻ ഒറ്റയ്ക്കൊരു സീറ്റിലേക്കെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ വണ്ടിയിൽ സ്ഥലം കുറവാണ്. ഞങ്ങൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പോകണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ കയറി കേട്ടോ. എല്ലാത്തിൻ്റെയും ബാക്കിലിട്ട് ഞാനും അഭിയേട്ടനും കൊച്ചും ഫ്രണ്ടിൽ കയറി. എക്കത്തിൻ്റെ കിളി പോയ മട്ടാണ് ഒന്നാമത്തെ ട്രിപ്പിൻ്റെ മൈൻഡ്. പിന്നെ അങ്ങനെയാണല്ലോ, ചിരി കളി ബഹളമൊക്കെ ആയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവരിത് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ കൂടി. ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ അധികമൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പനി കൂടി അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറേ മദ്യപിച്ച് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു ചിൽ മൂഡ് അത്രേ ഉള്ളൂ. അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. പിന്നെ ഏകദേശം എന്താ പറയുക, കാട്ടിലേക്കൊക്കെ കയറിയപ്പോൾ ഇച്ചിരി സൈലൻ്റായി. കാരണം പിന്നെ എന്തെങ്കിലും മൃഗത്തിനെ കണ്ടാലോ അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡായി. അപ്പോൾ ഞങ്ങൾ പലതവണ പോയിട്ടുണ്ട്. ഞാൻ അവിടണം എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാം. ആനേനെ എപ്പോഴും കാണാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം അപ്പം എൻ്റെ കസിൻസ് പറയും, നിങ്ങൾ പോകുമ്പോൾ മാത്രം കാണുള്ളൂ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, ഭാഗ്യമൊന്നുമല്ല, അത് അങ്ങനെ കാണണം അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയി ടൈമിലൊക്കെ ഞങ്ങൾ ആനേനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരിയും കൂടി മൂടായി. മഴയൊക്കെ പെയ്ത് നൈസല്ലേ കാട്ടിക്കൂടെ. അപ്പം ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, കടത്തി വിടോ. ടൈം ഏകദേശം ഒരു 5:30 ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റില്ല. ക്ലോസിങ് ടൈമിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ കയറി കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് അവിടേക്ക് 6 മണിക്ക് ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല. പിന്നെ ഞങ്ങൾ കത്തിച്ച് വിട്ടു. കയറാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ട് തിരിച്ചു വരാൻ ഉള്ള പ്ലാൻ തന്നെയായിരുന്നു. പിന്നെ അത് ആ ചെക്ക് പോസ്റ്റ് എത്തി കടത്തി വിട്ടു കേട്ടോ ഞങ്ങളെ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വണ്ടി നിർത്തി. പിന്നെ മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കണ്ണനും ചക്കമണിച്ചേട്ടനും ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയൊരു അവസരമായിരുന്നു. അതായത് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരുമിച്ച് ഇത്രയും പേരായിട്ട് പോയിട്ടില്ല. അപ്പം അവർ അടിച്ച് പൊളിച്ചിട്ടോ. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ കറങ്ങാനൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ കൂടെ അവരടിച്ച് പൊളിച്ചു. അതിനിടയിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇതൊന്നും എടുക്കുന്നുണ്ടോയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് കേട്ടോ കാണുന്നത്, ഈ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അതൊക്കെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. നമ്മൾ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉഴുന്നുവട, പിന്നെ കൊച്ചിന് കുറച്ച് സ്നാക്സ് അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഉച്ചയ്ക്ക് കഴിച്ചതാണ്. പിന്നെ ഈവനിങ് ആവാറായിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ചെറുതായിട്ട് വിശന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ കാടാണ്, പോയവർക്കറിയാം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ആനേനെ കണ്ടുട്ടോ വെള്ളത്തിൽ. അവിടെ അപ്പോൾ ആരോ 2 പേരും നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ നൈസായിട്ട് വണ്ടി സൈഡാക്കി നോക്കിയപ്പോണ്ടല്ലോ വലിയ ആന അതിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് പാറകൾ കിടക്കണ കാരണം കൊണ്ട് പാറയുടെയും ഈ ആനയുടെയും ഷേപ്പൊക്കെ ഏകദേശം അതായത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ.
വെള്ളത്തിൽ കിടക്കണ കാരണം തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നോക്കിയിട്ടോ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളത് കണ്ടുപിടിച്ചു ഗായ്സ്. നിങ്ങൾ നോക്കിയാൽ കാണാം അതിനകത്ത് വെള്ളത്തിൽ നിന്ന് എണീറ്റ് വരുന്നുണ്ട്. ആന കണ്ട അതിൻ്റെ തല കാണുന്നുണ്ടോ? അങ്ങനെ ആനനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ ജസ്റ്റ് കാറിൽ തന്നെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിയേട്ടനും പിന്നെ ചേട്ടനൊക്കെ ഇറങ്ങി നോക്കി കണ്ടോ, അത് അവിടെ കിടന്ന് ഭയങ്കര നീരാടുകയാണ്. കുറേ നേരം ഞങ്ങൾ നോക്കിയത് എണീറ്റ് വരുമെന്ന്, പക്ഷെ ഇല്ല കേട്ടോ, അത് അവിടെ തന്നെ കിടക്കുകയാണ്. ശരിക്കും ഒരു പാറ കിടക്കുന്ന പോലെ ഇപ്പോഴും അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചൂടൊക്കെ കാരണം വന്ന് ആളൊന്ന് കുളിച്ച് സുഖമായിട്ട് പോകാൻ വന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ. കുറേ നേരം അവിടെ നിന്നു, ആളെനിക്കുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. കാരണം എന്താ പറയുക, അപ്പം പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം, അല്ലെങ്കിൽ പിന്നെ നേരം വൈകും. അപ്പം പിന്നെ ഞങ്ങൾ വേഗം പോയിട്ടോ. വെള്ളം കുറവാ. കണ്ടാ നിങ്ങൾ കണ്ടാ ശരിക്കും നല്ല ഫ്രഷ് ആണ്. അതെ ആന. അപ്പോൾ ആനപ്പിണ്ടത്തിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ പയ്യാണ് പോകുന്നത്. പിന്നെ ഗ്ലാസ് തുറന്നിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയാണ് ഇവിടെ ആനയ്ക്ക് ഉണ്ടാവും, ആനപ്പിണ്ടത്തിൻ്റെ മണം വരുന്നുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പം ഈ ഒരു ഭാഗമായിപ്പം നമ്മൾ മാനിനെ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ വെച്ച് പോവാണ്. അപ്പം ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ കുരങ്ങന്മാരെ കണ്ടത്. ഇതിനെന്താ പറയുക, സിംഹവാലം കുരങ്ങോ കരിങ്കുരങ്ങോ അങ്ങനെ എന്തൊക്കെയോ പറയും. കുരങ്ങന്മാർ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ നിറച്ചും ചൊറിയാമ്പുഴായിരുന്നു. അതായത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുറേ ഞാണ്ട് കിടക്കായിരുന്നു ചൊറിയാമ്പുഴ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബൈക്കിനൊക്കെ പോകണവർ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഈ സാധനം ഒരെണ്ണം മേത്ത് വന്നാൽ മതി, നമുക്ക് ചൊറിഞ്ഞ് ഒരു മാതിരിയാവും. അപ്പം ഞങ്ങൾ പറയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചൊറിയാമ്പുഴുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ. പിന്നെ മാനിനെ ഞങ്ങൾ ഒരു തവണ കണ്ടിട്ടുള്ളൂ കേട്ടോ. നല്ല എന്താ പറയുക, നല്ല അടിപൊളി നല്ല വലിപ്പമുള്ള മാനിയാണ് ഞങ്ങൾ കണ്ടേക്കണേ. അത് പക്ഷെ ഞങ്ങൾ കണ്ട വശം വേഗം ഓടിപ്പോയിട്ടോ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒച്ച വെച്ച കാരണം എനിക്കത് ഓടിപ്പോയത്. പക്ഷെ നമുക്ക് അങ്ങനെ നിർത്താനൊന്നും ഒരു ഇതില്ല, നമ്മളവിടെ നിർത്താനൊന്നും അങ്ങനെ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളൊരു മയിലിനെ കണ്ടു കേട്ടോ. കുറേ നേരങ്ങൾക്ക് ശേഷമാണ് ഒരു മയിലിനെ കണ്ടത്. കാണുന്നുണ്ടോ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. അതൊരു പെൺമയിലായിരുന്നു. ഒരു ആൺമയിലായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊരു പെൺമയിലായിരുന്നു കേട്ടോ. അതിന് പീലിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഉണ്ടല്ലോ, ഒരു അമ്മ മയിലും 3 കുട്ടി മയിലുകളെയും കണ്ടിട്ടോ. ചുടാ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഈറ്റങ്ങൾക്ക് എന്തൊരു സേഫ്റ്റിയാണ് ഇതിലുള്ളത്. അതായത് സേഫ്റ്റി നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല, മൃഗങ്ങളാണ് അറിയാലോ. കാട്ടിൽ പല മൃഗങ്ങളുണ്ടാവും, അതായത് പുലി കടുവ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈറ്റങ്ങളെ പിടിച്ച് തിന്നൂലേ എന്നൊക്കെ പറഞ്ഞു പോയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വിഷമമായി. കാരണം ഈറ്റങ്ങൾക്കൊന്നും അധികം ആയുസില്ലല്ലോ. ഈറ്റങ്ങളുടെ ഭക്ഷണമായിരിക്കും പുലിയുടെയും സിംഹത്തിൻ്റെയും കടുവയുടെ ഒക്കെ. സിംഹം ഒന്നുമില്ല, പുലി കടുവ അതിൻ്റെയൊക്കെ ഭക്ഷണമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. ഞാൻ ഡ്രില്ലെടുക്കാൻ മറന്നുപോയി. ബൈക്ക് നൈസായിരിക്കും. ബൈക്ക് 4 മണി പറിച്ചു നോക്കിടി. പിന്നെ ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന വഴി വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ പറഞ്ഞു ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പുലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ്. ആ ബോർഡ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കല്ല. ഞങ്ങളാണെങ്കിൽ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് പാട്ടൊക്കെ വെച്ച് അടിച്ച് മിന്നിച്ച് പോവുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒറ്റ നോട്ടത്തിൽ സാധനം കണ്ടു. സാധനം നൈസായിട്ട് ഇറങ്ങി ക്രോസ് ചെയ്ത് ഞങ്ങളുടെ വണ്ടിക്ക് നേരെ ഇങ്ങനെ വരായിരുന്നു സൈഡിൽ കൂടെ. ഞങ്ങൾ എന്നിട്ട് വണ്ടി ചവിട്ടി, കാരണം പേടിയായി. അപ്പം തന്നെ ഇത് ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കൊണ്ടാണോ ഞങ്ങളുടെ വണ്ടി ലേറ്റ് അടിച്ചപ്പോൾ ഇതിനാകെ വെപ്രാളായി. എന്നിട്ട് ഇത് വേഗം അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങളിത് പോയല്ല, അപ്പം തന്നെ വണ്ടി എടുത്ത് പോയിട്ടോ. ആ സമയത്ത് അത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് എന്തോ അഭിയേട്ടൻ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഫോൺ അഭിയേട്ടനെ കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ആ വിഷ്വൽ കിട്ടിയേനെ കേട്ടോ. നമുക്കതൊരു മണ്ടത്തരായി. ഫോൺ എപ്പോഴും ഞാനിങ്ങനെ ഓണാക്കി വയ്ക്കായിരുന്നു, എന്തെങ്കിലും കണ്ടാലോ എന്ന്. പക്ഷേ സാധനം പോയി, നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. പക്ഷെ അവിടെ ഉണ്ട് പുലിയും
ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ വണ്ടി സ്കൂട്ടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ പോകുന്നവരുണ്ട്, അവരൊക്കെ അവരോട് പറയാണ് അവരൊക്കെ സൂക്ഷിച്ച് പോവുക, സാധനമൊക്കെ ഉണ്ട് അവിടെ. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് വന്നായിരിക്കും അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ കുറേ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താ പറയുക, ആന വണ്ടിയുമ ചവിട്ടി, വണ്ടി ഞളങ്ങി, അത് ഇത് ബൈക്ക് യാത്രക്കാരെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ബൈക്കിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കുക. പിന്നെ ഞങ്ങൾ കുറേ നേരം വണ്ടി തന്നെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇപ്പോൾ ബോറടിച്ച് തുടങ്ങി. കാറിൽ തന്നെ വേറെ ഒന്നും കാഴ്ചകൾ കാണാനില്ല. നൈറ്റ് എന്താ പറയുക, വേറെ കാഴ്ചകളൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഓരോന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക ക്യൂരിയോസിറ്റി കൂടി, ഇനി കാണോ അങ്ങനത്തെ ഒരു ഇതായിട്ടോ. പിന്നെ ടൈമും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കത്തിച്ച് വിട്ടുട്ടോ. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് പുറത്ത് പോകാൻ. ഞങ്ങൾ അവിടേക്ക് പോയെന്ന് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് ചീത്ത ഇട്ടിട്ട് ചെറുതായിട്ട്, എന്തിനാ നിങ്ങൾ പെട്ടെന്ന് പോയി രാത്രിയൊക്കെ അതികൂടെ പോണത് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്താറായി, ചെക്ക് പോസ്റ്റൊക്കെ കടന്നു. പിന്നെ എന്നിട്ടും കുറേ ദൂരം ഉണ്ട് നമുക്ക്. നമ്മൾ പോയത് വാൽപ്പാറ മലക്കപ്പാറ റൂട്ട്, പൊള്ളാച്ചി വഴി പാലക്കാട് കൂടി തിരിച്ച് വരാനുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഓൺലൈൻ എടുക്കണമായിരുന്നു നമ്മൾ നേരത്തെ, പക്ഷെ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയുക അവിടെ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് അപ്പം തന്നെ എടുത്തു കേട്ടോ, ഇ പാസ്സൊക്കെ എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പം അങ്ങോട്ട് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക, നൈറ്റ് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇ പാസ് എന്തായാലും എടുക്കണം, അല്ലെങ്കിൽ നമ്മളവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പിടിച്ചിടും, നമ്മളെ വിടൂല. പിറ്റേ ദിവസം വിടുള്ളൂ, ഇ പാസ് എടുത്തിട്ട് നമ്മളെ വിടുള്ളൂ. അപ്പം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ആ ഒരു ടൈമിൽ. നമ്മൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതും വലിയ പ്രശ്നമാവും. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. പിന്നെ ഓരോരുത്തർ സൈഡായി തുടങ്ങിയിട്ട് എനിക്കൊക്കെ ചെറുതായിട്ട് വയറുവേദന എടുക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് വയറുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. കാരണം അത്രയും നേരം ഞങ്ങൾ പറഞ്ഞില്ലേ അഡ്ജസ്റ്റ് ചെയ്താൽ പോയത്. പിന്നെ ഒരുവിധം എന്താ പറയുക ഓക്കെ ആയി. പിന്നെ അതാ ഞങ്ങൾ പാലക്കാട് എത്തിപ്പെട്ട ഒരു ചായയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. അവിടെ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.